അപ്പോൾ നമ്മൾ ഇന്നലെ ആ മിഷൻ ചെയ്തുകൊണ്ടിരുന്ന വെച്ച് നമ്മൾ ചെയ്തില്ലായിരുന്നു, അതുകൊണ്ട് പ്രശ്നമായിരുന്നു. ഓക്കെ, കുറച്ച് സ്റ്റോറേജ് പ്രശ്നം കാരണമാണ് അങ്ങനെ. നമ്മൾ പാർട്ട് 3 ആണ്. ഓക്കെ, നമ്മളൊന്നും ഒരു വണ്ടി മേടിച്ചിട്ടില്ല. ബോസ് പറഞ്ഞത് എനിക്ക് ഹാങ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആഫൻ ഗെയിമിൽ കാണുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ടിക്കൊക്കെ പഠിച്ചത്. നിങ്ങളും ചേട്ടൻ ആരാധികരാവാൻ നോക്കും. അവിടെ സാറിൻ്റെ മുന്നിലൊരു പെണ്ണൊക്കെ ഹൗസിന് പോകും. പക്ഷെ അത് പെട്ടെന്ന് സാറ് ടൈ ഇട്ടാണ്. ഇത് 2 ഭാര്യ കൊണ്ടുപോയിട്ടുണ്ട്. മനസ്സാറില്ല, നമ്മളത് എടുത്തു. ശരിക്കും സാറിന് മനുഷ്യൻ തനിയെ വരെ വരും. ചേച്ചോട് പരസ്യം തനിയെ വരെ വരും. ഇപ്പം കേൾക്കാമല്ലോ. യെസ്, മൈക്കൊക്കെ ഞാൻ മേടിച്ചിട്ട് ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ട് വരാം. ഓക്കെ, കുറച്ച് സ്റ്റോറേജ് പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. പാർട്ട് 4 വിടുന്നതായിരിക്കും. ചൂച്ചു ചാളിയുടെ ഗെയിം പോലെ കേന്ദ്രട്ട് വണ്ടിയെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. സാരല്ല, ഞാൻ വണ്ടി പൊളിഞ്ഞാൽ പുതിയ വണ്ടി എടുക്കുന്നതല്ല. പക്ഷെ ഇപ്പം പരസ്യം വീണൊന്നും പേടിയാണ്. പരസ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം അതുണ്ടാവും, കളിക്കുന്നേക്കാൾ ഒത്തിരി നേരം. ഓക്കെ, നമുക്കൊരു ജോലി കിട്ടായിരുന്നു യെസ്. പക്ഷെ പോകാൻ പറ്റില്ല, നാളെ തൊട്ട് ഞാൻ പോകും. യെസ്, നമുക്ക് ഹോട്ടലിലാണ് കിട്ടിയേക്കുന്നത്. പാത്രം കഴുകാനും പിന്നെ വേറെ കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ ചെറുതായിട്ട് കുക്കിംഗ് ഉണ്ട്. ഹോട്ടൽ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മാപ്പിൽ അറിയത്തില്ല, എവിടെ ആണെന്നൊന്നും അറിയത്തില്ല. ഹോട്ടൽ അവിടെ കാണിക്കും, പക്ഷെ നമ്മൾക്ക് ഹോട്ടലിൻ്റെ അവിടെ കാറ് സഞ്ചരിക്കുമ്പോൾ ഹോട്ടലിൻ്റെ പേര് കാണും. അന്നേരം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. കേസാണ്. പിന്നെ എന്തോ കേസ് ഇങ്ങോട്ട് വരുന്നത് സ്റ്റോറേജിൻ്റെ പ്രശ്നമാണ്. അതാണ് അല്ലേ. ഇനി സാറിൻ്റെ അടുത്തൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. പിന്നെ അടക്കറങ്ങി വരുന്നത് ഇങ്ങോട്ട് പോവാം. ഈ വണ്ടി പൊടിഞ്ഞ് അടുങ്ങി. നമ്മൾ ഈ വണ്ടിക്ക് ഒട്ടും ക്വാളിറ്റി ഇല്ല. പക്ഷെ നമ്മൾ മറ്റില്ല ആ വണ്ടി ഫോൺ ചെയ്യുന്ന ഇവിടെ കേസ് നമ്മളെ അനിയൻ്റെ കാലിലെല്ല് ചെറുതായിട്ട് പൊട്ടി കേസ്. അതുകൊണ്ട് അവനെ നോക്കുവാണ്. അവന് പ്ലാസ്റ്റർ ഇട്ടപ്പോൾ ചിരിച്ചിരിക്കുന്ന കേസ്. അതായത് നമ്മൾ ചിക്കൻ തിന്നുന്ന പോലെ അവനിരിക്കുന്ന പ്ലാസ്റ്റർ ഇട്ടപ്പോൾ. ഒരു വേന പോലും ഇല്ല കേസ്. കുഞ്ഞൂസിനൊക്കെല്ലാം ആദ്യം കാല് കുത്താൻ പറ്റുന്നില്ല. ഭയങ്കര ഞാൻ എൻ്റെ TK വ്ളോഗ് 2 ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണാം. ഓക്കെ, ഭയങ്കര കരച്ചിലായിരുന്നു കേസ്. അവിടെ കിടന്ന് കാലൊന്നും എടുക്കാൻ പറഞ്ഞാൽ കരച്ചിലുമാണ്. അതാണ് എനിക്ക് സമയമില്ല. എവിടെ പോയിന് റെയിൽവേ സ്റ്റേഷനിൽ വളഞ്ഞു പോയിന്. ഞാൻ നേരെ പോകത്തുള്ളൂ. ഇനി ഒരു വളവും ഇല്ല. എവിടെ പോരാന്ന് പോരാ. സ്റ്റോറേജിൻ്റെ പ്രശ്നം ഉണ്ടാകണ്ട. കാർ ഷോറൂം എത്തിയാ ലോ ആയി. വേഗം പോടാ, എന്തൊക്കെ വീണാനും. വേണ്ട കാർ നോക്ക്. ഭൂകമ്പം ഉണ്ടായ പോലും കാറിങ്ങനെ എടുത്തില്ല. ഇന്ത്യ വയ്ക്കത്തിരിക്കുകയും മാത്രമേ കാറിങ്ങനെ എടുത്തോളൂ. അപ്പുറത്തെ സൈഡിൽ എന്തോ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കോട്ട അപ്പടായിട്ടിരുന്നൂടെ പോട്ട. സമയമില്ല. ഓടറ, എവിടെയെങ്കിലും ഓടിപ്പോടാ. സമയമില്ലാത്തോണ്ടാ. ഇങ്ങോട്ടല്ല, നേരെയായി.
ഇങ്ങോട്ട് നമ്മളെ വീടാണ്. ഇത് കാർ ഷോറൂമാണ്. ഇവിടെ അപ്ഡേഷൻ ഒന്നും അറിയി കാണുന്നില്ല. നമ്മളെപ്പോൾ അപ്ഡേറ്റ് ചെയ്താലും നടക്കത്തില്ല. എന്തോ ഇത് ഇവിടെ പുതിയ ബിൽഡിങ്ങിൻ്റെ പോണേ. രാത്രി നേരത്ത് കാർ ഷോറൂം വരാൻ പറ്റില്ല. പോലീസ് കേസ് നമ്മളെ അച്ഛനും അമ്മയും ഇവിടെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഹാളിൽ ഇരുന്നാണ്. നമ്മൾ അനിയനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനിയനൊക്കെല്ലാം വിഷമമായിട്ടുണ്ട്. ജുറാസിക് പാർക്കിൻ്റെ അടുത്ത് തന്നെ. ഓക്കെ, ഇവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട്. റെയിൽവേ പാളം കണ്ടോ? വേഗം പോകണം.